അഡ്വക്കേറ്റ് വസന്ത് സിറിയക്ക് ഇത് തന്നെ കോൺഗ്രസിലും സംഭവിക്കുന്നുണ്ട്. നിങ്ങൾ ഈ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിന്നുകൊണ്ട് ഇവിടെ അങ്ങേയറ്റം ന്യൂനപക്ഷ പ്രീണനത്തിലേക്ക് നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾക്കും ഇത്തരത്തിൽ അടിത്തറയിൽ വലിയ ശോഷണം സംഭവിക്കുന്നുണ്ട്. പാലക്കാട് നമ്മൾ കണ്ടതാണ്. പാലക്കാട് തെരഞ്ഞെടുപ്പിൽ വളരെ കൃത്യമായി അത് പ്രകടമായതാണ്. അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിക്കുമ്പോൾ ആദ്യം അതിൻ്റെ ഉത്തരവാദിത്തം അല്ലെങ്കിൽ അതിൻ്റെ വിജയത്തിൻ്റെ ഒരു ക്രെഡിറ്റ് ഏറ്റെടുത്തുകൊണ്ട് വരുന്നത് ആരാണെന്ന് നമ്മൾ കണ്ടതാണ്. ഇതൊക്കെ നിങ്ങളുടെയും അടിത്തറ വളരെ ശുഷ്കമായ ഒരു അവസ്ഥയിലേക്ക് നയിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. വസന്ത്, ഞങ്ങളുടെ അടിത്തറ ഒരിടത്തും പോയിട്ടില്ല. ഞങ്ങൾക്ക് 18 സീറ്റുകളോടുകൂടിയാണ് ലോക്സഭയിൽ ജയിച്ചത്. ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിലും ഞങ്ങൾ ജയിക്കും. നീലിമ, ഞങ്ങളുടെ അടിത്തറ പോയെങ്കിൽ അങ്ങ് നോക്കൂ, കേരളം സ്വതന്ത്രമായ ശേഷം, കേരളത്തിൽ തെരഞ്ഞെടുപ്പുകൾ നടന്നതിന് ശേഷം ഏതെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 10-ലധികം സീറ്റുകളിൽ ഏതെങ്കിലും ഒരു മുന്നണി 1 ലക്ഷത്തിലേറെ ഭൂരിപക്ഷത്തിൽ ജയിച്ചിട്ടുണ്ടോ? ഇല്ല. പക്ഷേ കഴിഞ്ഞ വർഷം ഞങ്ങൾ 10 സീറ്റുകളിൽ ജയിച്ചത്, ഞങ്ങൾ ജയിച്ചു വന്ന 18-ൽ 10-ൽ ഞങ്ങൾ ജയിച്ചത് 1 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ്. അതുകൊണ്ട് ഞങ്ങളുടെ അടിത്തറയെ പറ്റി ഞങ്ങൾക്ക് വ്യാകുലതയില്ല, നിങ്ങളും വ്യാകുലപ്പെടണ്ട. പിന്നെ നിങ്ങൾ നീലിമ കുറേയായി ഇന്ത്യ മുന്നണി അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി എന്ന് നിങ്ങൾ പറഞ്ഞു. ഇന്ത്യ മുന്നണി, ഞാൻ നാളെ ND മുന്നണി എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് CPM എന്ന് പറയുന്നു. ഏത് CPM-നെ പറ്റി പറയുന്നത്? സഖാവ് യെച്ചൂരി മരിച്ചതോടുകൂടി ആ മുന്നണി ബന്ധം തന്നെ ഇല്ലാതായിട്ടുണ്ട്. ഈ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ എല്ലാ കാലത്തും പ്രതിപക്ഷ ഐക്യനിരക്കെതിരെ തോർപ്പിട വെക്കുന്ന പണിയാണ് ചെയ്തത്. ഉദാഹരണം പറയട്ടെ, ഇന്ത്യ മുന്നണി രൂപം കൊള്ളുന്നതിന് മുമ്പ് ആദ്യം ഒരു പൊതു മിനിമം പരിപാടിയുടെ നേതൃത്വത്തിൽ ഒന്നിച്ചുകൂടാമെന്ന് ഇന്ന് നിങ്ങളുടെ ഒപ്പമുള്ള നിതീഷ് കുമാർ അടക്കമുള്ളവർ തീരുമാനിക്കും. അങ്ങനെ ആ സംവിധാനം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അത് പറ്റില്ല, നമുക്ക് 3-ാം മുന്നണി വേണം എന്ന് പറഞ്ഞുകൊണ്ട് തെലുങ്കാനയിൽ KCR-ന്റെ നേതൃത്വത്തിൽ ഇതാ നമ്മൾ 3-ാം മുന്നണി ഉണ്ടാക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് തെലുങ്കാനയിൽ പോയി 4-3-7 പാർട്ടിയെ കൂട്ടി മീറ്റിംഗ് വിളിച്ച ആളാണ് പിണറായി വിജയൻ. ഓർമ്മയുണ്ടല്ലോ. അതുപോലെ തന്നെ ഭാരത് ജോഡോ യാത്ര എന്ന് പറഞ്ഞ് പ്രതിപക്ഷം ഏറ്റവും വലിയൊരു സമരരംഗത്തേക്ക് ഇറങ്ങിയ സമയത്ത് അതിലേക്ക് പോയാൽ ഉറപ്പിച്ച് കളയുമെന്ന് പറഞ്ഞ് പാർട്ടി പോളിറ്റ് ബ്യൂറോ അംഗങ്ങളെ പേടിപ്പിച്ച ആളാണ് ഇയാൾ. അപ്പൊ അയാൾ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ്, അല്ലെങ്കിൽ അയാളുടെ നേതൃത്വത്തിലുള്ള കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് എന്നത് അസംബന്ധമാണ്. അവർ ആ സംവിധാനത്തിന് ചോർപ്പിട വെക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ അവരെ ഞങ്ങൾ ആ കൂടെ കൂട്ടുന്നുമില്ല. ഞങ്ങൾ ഒരിടത്തും അവരുമായി സഖ്യത്തിലുമില്ല. ഇനി നിങ്ങൾ ചോദിക്കും, കേരളത്തിന് ഇന്ത്യ മുന്നണിയിൽ രാഹുലിനെ തന്നെ വേണ്ട, ആ നേതൃനിരയിലേക്ക് മറ്റാരെങ്കിലും കടന്നു വരട്ടെ എന്നുള്ള അഭിപ്രായം ശരത് പവാർ അതുപോലെ തൃണമൂൽ കോൺഗ്രസ് ഒക്കെ ഉയർത്തുന്ന സാഹചര്യമുണ്ട്. കോൺഗ്രസിനെ വിശ്വാസത്തിൽ എടുക്കുന്നില്ല. അങ്ങനെയൊരു വൈരുദ്ധ്യം കൂടിയുണ്ട് ഇക്കാര്യത്തിൽ. അത് മുന്നണി രാഷ്ട്രീയത്തിൽ പലപ്പോഴും ഉണ്ടാവും. നിങ്ങളുടെ ഒപ്പം ഇന്ന് നിതീഷ് കുമാർ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് പിന്നീട് ഈ കോൺഗ്രസിനൊപ്പം വന്ന് പിന്നീടാണ് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത്. ആ രണ്ടാമത് വന്ന സമയത്ത് നരേന്ദ്രമോദിയെ വിശ്വസിക്കാനേ കൊള്ളില്ല എന്നാണ് നിതീഷ് പറഞ്ഞത്. ആ നിതീഷ് നിങ്ങളുടെ കൂടെ ഇല്ലേ? അപ്പൊ അതൊക്കെ മുന്നണി രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ്. അങ്ങനെ പല വിഷയങ്ങളും ഉണ്ടാവും. നോക്കൂ, CPM-നെ സംബന്ധിച്ചാണല്ലോ നമ്മുടെ ചർച്ച. CPM-നെ സംബന്ധിച്ച് അവരെന്തുകൊണ്ട് പരാജയപ്പെടുന്നു അല്ലെങ്കിൽ അവരുടെ അടിത്തറ ചോർന്നു പോകുന്നു എന്ന് ചോദിച്ചാൽ, അവരെല്ലാ കാലത്തും ഒരിക്കലും യാഥാർത്ഥ്യമാകാത്ത കപട സ്വപ്നങ്ങൾ വിറ്റവരാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യമുണ്ടായ സമയത്ത് ഇവർ പറഞ്ഞു, ഇതാ നോക്കൂ, ഇത് യഥാർത്ഥ സ്വാതന്ത്ര്യമല്ല, നമ്മളെ ചൈന ഭരിക്കും, ചൈന ഭരിച്ച് ഇതൊരു കമ്മ്യൂണിസ്റ്റ് ഇന്ത്യ ആയി മാറും, കമ്മ്യൂണിസ്റ്റ് ഇന്ത്യ റിപ്പബ്ലിക് ആയി മാറും. അങ്ങനെ ഇവിടെ മാവോയെ പോലെ പിണറായി വിജയനെ പോലെ അന്നത്തെ ഏതെങ്കിലും ഒരു നേതാവ് ഈ ഡാങ്കയൊക്കെ ഇന്ത്യയുടെ പ്രസിഡന്റ്ഷിപ്പിലേക്ക് വരും, ഡിക്റ്റേറ്റർഷിപ്പിലേക്ക് വരും എന്ന് പറഞ്ഞ് കുറെ കാലം ഇവർ സ്വപ്നം വിറ്റ് നടന്നു. ലാസ്റ്റ് അത് തെറ്റിപ്പോയി എന്ന് മനസ്സിലാക്കിയാണല്ലോ കഴിഞ്ഞ ദിവസം ഇവർ കൊടി ഉയർത്താൻ പോയത്. അതിനുശേഷം ഇവർ കുറെ കാലം കമ്പ്യൂട്ടറിനെതിരെ സമരം ചെയ്തു. കഴിഞ്ഞ ദിവസം നാണവും മാനവുമില്ലാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി പറയാണ് ഇനി വരാൻ പോകുന്നത് AI യുഗമാണത്രേ. കഴിഞ്ഞ ദിവസം ഞാൻ മറ്റൊരു ചാനലിൽ ചർച്ചയിലിരിക്കുമ്പോൾ അവിടെ ഇടതു പ്രതിനിധി വലിയ ആവേശത്തിൽ പറയാണ്, നോക്കൂ ഞങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് ചൈനയിലേക്ക്, അവിടെ ഇതാ AI-യുടെ നേതൃത്വത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവുന്നു. ഏത് AI ആണ്? AI അടക്കമുള്ള ഇൻഫർമേഷൻ ടെക്നോളജി ഈ രാജ്യത്ത് വന്നപ്പോ അത് ശരിയല്ല, അതിനെതിരെ സമരം ചെയ്യുമെന്ന് പറഞ്ഞ് ഇറങ്ങി പുറപ്പെട്ടു. അത് വസന്ത് പറഞ്ഞത് ശരിയാണ്. കഴിഞ്ഞ ദിവസം MV ഗോവിന്ദനും അത് നിരാകരിക്കുന്നത്, കമ്പ്യൂട്ടറിനെയൊക്കെ തള്ളി പറഞ്ഞ അതേ മനോഭാവത്തോട് തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെയും തള്ളിക്കളയുന്നൊരു അദ്ദേഹത്തിന്റെ ഒരു ബൈറ്റ് ഞാൻ കേട്ടിരുന്നു. തീർച്ചയായും. അതിനുശേഷം ഇവർ കുറെ കാലം ശ്രീ VP പത്മനാഭൻ പറഞ്ഞതുപോലെ ഇവർ കുറെ കാലം കോൺഗ്രസ് വിരുദ്ധത പറഞ്ഞു നടന്നു. കുറെ കാലം കോൺഗ്രസ് വിരുദ്ധതയായിരുന്നു ഇവരുടെ മുഖമുദ്ര.
അത് തെറ്റിപ്പോയി എന്ന് പിന്നീട് ഇവർ തന്നെ മാറ്റി പറഞ്ഞു. ഇവർ ഞങ്ങൾക്കൊപ്പം ചേർന്നാലേ ഇവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റൂ, അടിവേരിലെ മണ്ണൊഴിച്ചു പോകാതിരിക്കാൻ പറ്റൂ എന്ന് മനസ്സിലാക്കി അവർ ഞങ്ങളുടെ മുന്നണിയിലും ചേരിയിലും ഒക്കെ ചേരുന്ന അവസ്ഥയുണ്ടായി. കുറെ കാലം RSSനെ എതിർക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നടന്ന് കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ കൊലപാതകം RSS പ്രവർത്തകനായിരുന്ന വാടിക്കൽ രാമകൃഷ്ണന്റേതാണ്. ആ വാടിക്കൽ രാമകൃഷ്ണനെ കൊല ചെയ്ത പ്രതിയായ പിണറായി വിജയൻ പിന്നീട് RSS നേതൃത്വവുമായി സന്ധി ചെയ്യുന്നതിൽ തെറ്റില്ല. ഇപ്പൊ നേരത്തെ പാണ്ഡ്യാൻ ഷാജി പറഞ്ഞതുപോലെ അതുമായി സന്ധി ചെയ്യുന്നതിൽ തെറ്റില്ല, അവരുമായി ഒരുമിച്ച് കാണുന്നതിൽ തെറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷേ ആരാണ് എന്ന് നോക്കണം. കുറെ കാലം അവരെ കാണുന്നത് ചതുർത്ഥിയാണ് എന്ന് പറഞ്ഞു നടന്നിരുന്ന ഒരാൾ അയാളുടെ തന്നെ വിശ്വസ്തരെ RSS നേതാക്കളെ കാണാൻ പറഞ്ഞു വിട്ടു. അതായത് വ്യത്യാസം ഉണ്ടാകുന്നത് വായിക്കാനും വായിക്കുന്നത് കൂട്ടി വായിക്കാനും സഖാവ് VS-ന്റെ ഭാഷയിൽ പറഞ്ഞാൽ നല്ല നെല്ലരി ചോറുണ്ണുന്ന സഹാക്കന്മാരാ കൂടെ ഉള്ളപ്പോ അവർക്കത് മനസ്സിലാവാൻ തുടങ്ങി. നമ്മൾ പണ്ട് പറഞ്ഞതിൽ നിന്നെല്ലാം അങ്ങേയറ്റം വ്യതിചലിച്ചു കഴിഞ്ഞു. അങ്ങേക്ക് ഒരു 10 സെക്കൻഡ് അങ്ങ് നടന്നു ഒരു വൈരുദ്ധ്യാത്മകത പ്രശ്നം പറയാം. ഇവർ എല്ലാ കാലത്തും മാർക്കറ്റ് ചെയ്ത ഒരാളാണ് പുഷ്പനെ അറിയാമോ, ഞങ്ങളുടെ പുഷ്പനെ അറിയാമോ എന്ന് പാടുന്ന ടീമാണ്. ഈ പുഷ്പൻ എന്തിനാണ് സമരം ചെയ്തത്? പുഷ്പൻ സമരം ചെയ്തത് ശാസ്ത്രീയ മേഖലയിലെ വിദ്യാഭ്യാസം 30% പ്രൈവറ്റൈസ് ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോഴാണ്. MVR-നെതിരെ വലിയ സമരവുമായി പുഷ്പൻ അടക്കമുള്ള സഖാക്കൾ പോയി. ആ പുഷ്പനെ വിറ്റവരെ അധികാരത്തിൽ വന്നു. ശ്രീമതി നീലിമ, അങ്ങേക്കറിയാമോ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ശാസ്ത്രീയ വിദ്യാഭ്യാസം 100% പ്രൈവറ്റൈസ് ചെയ്ത ഗവൺമെന്റിന്റെ പേര് പിണറായി ഗവൺമെന്റ് എന്നാണ്. ഏത് ആ പാവം പുഷ്പനെ ആ സമയത്ത് പിണറായിയുടെ മകൾ ഒരു സ്വാശ്രയ കോളേജിൽ പഠിക്കാൻ പോയതൊക്കെ അതൊക്കെ ചരിത്രമാണ്. അതൊക്കെ ഒട്ടേറെ തവണ ചർച്ചയ്ക്ക് വന്നതാണ്. അഡ്വക്കേറ്റ് ശ്രീ പത്മനാഭൻ, ഇതിൽ ചെറിയൊരു ഇടപെടൽ അനിവാര്യമാണ്. അതായത് ചില കോംപ്രമൈസുകൾ നടക്കുന്നു എന്നൊക്കെ പറയുകയാണ്. അത് നിരന്തരം കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് നമ്മൾ കേൾക്കുന്നതാണ്. അല്ല, ഇതൊരു വിഷയം എന്താ അറിയോ, കോൺഗ്രസ് മുന്നണിയുടെ ഭാഗമാണ് CPM. അത് സീതാറാം യെച്ചൂരിയുടെ മരണശേഷം വിട്ടുപോയി എന്നൊന്നും പറയുന്നതിൽ അർത്ഥമില്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പശ്ചിമ ബംഗാളിൽ സഖ്യമായിരുന്നു, ത്രിപുരയിൽ സഖ്യമായിരുന്നു, തമിഴ്നാട്ടിൽ സഖ്യമായിരുന്നു, പല സംസ്ഥാനങ്ങളിലും സഖ്യമായിരുന്നു. അപ്പോൾ അത് വിശാലമായ അർത്ഥത്തിൽ അവർ ഇന്ത്യൻ മുന്നണിയുടെ ഭാഗമാണ്. ഈ വിഷയങ്ങളൊന്നും ആ മുന്നണിയിൽ ചർച്ചയ്ക്ക് വന്നിട്ടില്ല. അതായത് കേരളത്തിൽ ഈ പറയപ്പെടുന്ന അല്ലെങ്കിൽ ഇവർ ആരോപിക്കുന്ന BJP-യും CPM-ഉം തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിംഗ് എന്നൊക്കെ പറയുന്നൊന്നും ആ മുന്നണിയിൽ ചർച്ചയ്ക്ക് വന്നിട്ടില്ല. മാത്രമല്ല, ഞാനൊരു തമാശ കൂടി പറയാം. ഈ CPM-ന് ഇത്തവണ ദേശീയ പാർട്ടി എന്നുള്ള അംഗീകാരം നഷ്ടപ്പെടാതിരിക്കാൻ കാരണം കോൺഗ്രസ്സുകാരാണ്. കാരണം ഈ 3 സീറ്റ് എന്നുള്ളത് 4 ആക്കി കൊടുത്തത് അവരാണ്. അതെ, അഡ്വക്കേറ്റ് സതീഷ് വാസന്ത്, ഇതാണ് യഥാർത്ഥത്തിൽ സ്ഥിതി എന്ന് പറയുന്നത്. നമ്മൾ നോക്കൂ, ഈ ഹൈന്ദവ വോട്ടുകളുടെയൊക്കെ വലിയ ഹൈന്ദവ വിഭാഗം CPM-നെ ഒരു കാലത്ത് അങ്ങേയറ്റം പിന്തുണച്ചിരുന്നവരാണ്. ഇപ്പോഴും വലിയൊരു ശതമാനം പിന്തുണയ്ക്കുകയാണ്. പക്ഷേ പലർക്കും യാഥാർത്ഥ്യ ബോധം വന്നു തുടങ്ങി. CPM ആരെയാണ് പ്രതിനിധീകരിക്കുന്നത്, ആരുടെ താല്പര്യങ്ങളാണ് CPM സംരക്ഷിക്കുന്നത് എന്നുള്ള വളരെ കൃത്യമായ ബോധ്യം വന്നു. ആലപ്പുഴയിലടക്കം നമ്മൾ കണ്ടത് അതാണ്. നോക്കൂ നീലിമ, അന്നും ഇന്നും CPM എതിർക്കുന്ന ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും എതിർത്തുകൊണ്ടാണ് ഈ പാർട്ടി നിൽക്കുന്നതെന്നേ. അതിൽ ചിലപ്പോൾ നിങ്ങൾ പറയുന്നതായിരിക്കും, അവർ പറയുന്നുണ്ട്. പക്ഷേ ഭൂരിപക്ഷ വർഗീയത എന്ന് മാത്രമാണ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ന്യൂനപക്ഷം എന്ത് ചെയ്താലും അതിനെ വെള്ളപൂശുന്ന വെള്ളപൂശനമില്ല. അതല്ല പറഞ്ഞത്, ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും ഒരുപോലെ എതിർക്കുന്ന പാർട്ടിയാണ് CPM. ഇല്ലാതൊന്നും ഒരിടത്തും നിങ്ങൾ പറയല്ലേ. അതിന് നമുക്ക് ഒരു ഭരണം നഷ്ടപ്പെട്ടാലും നമുക്ക് പ്രശ്നമില്ലാന്നേ. ആ ഐഡിയോളജിക്കൽ വെച്ചുകൊണ്ട് തന്നെ CPM എന്നുള്ള പാർട്ടി മുന്നോട്ട് പോകും, ഒരു സംശയവും വേണ്ട. അങ്ങനെ ഒരു തെറ്റിദ്ധാരണയും വേണ്ട. പിന്നെ നേരത്തെ പറഞ്ഞല്ലോ, 2019-ലും 2024-ലും CPM-ന് ഒരു സീറ്റേ കിട്ടിയിട്ടുള്ളൂ. ഇപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ. ഒരു ഉദാഹരണം പറയണം. അന്നെന്ന് വെച്ചാൽ 2019-ൽ കേന്ദ്രത്തിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് വരുന്നുണ്ട്. ആ കോൺഗ്രസ് വരുമ്പോഴത്തേക്ക് നമ്മളെ കേരളത്തിൽ നിന്ന് കോൺഗ്രസിൻ്റെ വോട്ടല്ലാതെ UDF-നെ ജയിപ്പിക്കാനല്ലാതെ LDF-നെ ജയിപ്പിക്കലെന്നുള്ള ധാരണയിലാണ്. ഇപ്പം നമ്മൾ വസന്ത് പറഞ്ഞ പോലെ 1 ലക്ഷത്തിൽ കൂടുതൽ വോട്ട് ഭൂരിപക്ഷം കിട്ടിയിട്ടുള്ള ഇതുകൊണ്ടെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കാം. 2024 ഇതേപോലെ തന്നെ BJP ഇറക്കാൻ വേണ്ടി കോൺഗ്രസിനെ ജയിപ്പിക്കണം എന്നുള്ള ഒരു തത്വത്തിൽ ജനങ്ങളുടെ ഒരു മനോവികാരം വന്നിട്ടുണ്ട്. ആ മനോവികാരത്തിൻ്റെ പുറത്താണ് ഇവർക്ക് ഇത്രയും സീറ്റ് 18 സീറ്റ് കിട്ടിയിട്ടുള്ളത്. നിങ്ങളൊന്ന് മനസ്സിലാക്കണം. അപ്പോൾ അവർക്ക് ഒരു സീറ്റ് പോയിട്ടേ ഉള്ളൂ.
തൃശ്ശൂരുള്ള സീറ്റ്. നമ്മളൊരു സീറ്റ് ഇപ്പം ആലപ്പുഴ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ചേലക്കര പിടിച്ചിട്ടുണ്ട്. ഞാൻ ഇത് പറയുന്നത് CPM പോലത്തുള്ള LDF ഇപ്പോഴും വോട്ട് ചോർച്ചയൊന്നും വന്നിട്ടില്ല. പക്ഷെ ഒരു കാര്യം നിങ്ങൾ നേരത്തെ പറഞ്ഞ 19 പോലെയല്ല 24. തൃശ്ശൂരിലെ ആ മാറ്റം നിങ്ങൾ കാണേണ്ടത് തന്നെയാണ്. എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളിലും BJP കൈവരിച്ച വോട്ട് ഷെയർ അതൊക്കെ കാണിക്കാൻ പറ്റില്ല. അത് കണ്ണൂരിലെ സഖാക്കൾക്ക് മനസ്സിലായി. തൃശ്ശൂരിലെ ജനങ്ങൾക്കും കേരളത്തിലെ ജനങ്ങൾക്കും 2 കേന്ദ്രമന്ത്രിമാർ ഇന്ന് കേരളത്തിനെ പറ്റി പറഞ്ഞത് എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പം തൃശ്ശൂർ അടുത്തത് എങ്ങനെയാണെന്ന് അവർ മനസ്സിലായി. തൃശ്ശൂരിലെ ജനങ്ങൾ നമ്മളിങ്ങനെ ജയിപ്പിച്ചു വിട്ട ആൾ ഇങ്ങനെയൊക്കെ പറയുമോ, നമുക്ക് തന്നെ തിരിച്ചേറ്റ് കുത്തണമെന്നാണ് അവർ നോക്കുന്നത്. നേരത്തെ ജോർജ് കുര്യൻ എന്താണ് പറഞ്ഞത്, നിങ്ങളൊരു ദാരിദ്ര്യം ഇത് ഉണ്ടാവണമെന്ന്. അങ്ങനെ വേണ്ട. ആ ദാരിദ്ര്യം ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് മന്ത്രി പറഞ്ഞിട്ടുണ്ട്. അതിലൊരു വ്യക്തത വരുത്തിപ്പോണം. കാരണം ജോർജ് കുര്യൻ പറഞ്ഞതായാലും സുരേഷ് ഗോപി പറഞ്ഞതായാലും അത് മറ്റു തരത്തിൽ വ്യാഖ്യാനിക്കപ്പെട്ടു എന്ന രീതിയിൽ അവർ തന്നെ അക്കാര്യം തിരുത്തി പറഞ്ഞിട്ടുണ്ട്. ശ്രീ പത്മനാഭൻ, അതിലൊരു വ്യക്തത പ്ലീസ്. അങ്ങനെയാണെങ്കിൽ ന്യൂനപക്ഷ മന്ത്രി വേണ്ടല്ലോ. അങ്ങ് പറഞ്ഞതിൽ ഒരു വ്യക്തത ആവശ്യമാണ് ശ്രീ പത്മനാഭൻ. അല്ല, അതില് ശ്രീ ജോർജ് കുര്യൻ പറഞ്ഞതിന് യുക്തി ഇത്രയാണ്. ഇവിടെ എന്ത് വിഷയ ചർച്ചയ്ക്ക് വന്നാലും ഇവർ പറയും കേരളം നമ്പർ 1, കേരളം വിദ്യാഭ്യാസ മേഖലയിൽ അങ്ങയിലേക്ക് വരാം. ഒരു സെക്കൻഡ്, താങ്കൾ വലിയൊരു ആരോപണമല്ലേ ഉന്നയിച്ചത്? മറുപടി പറയട്ടെ. ഞാൻ ആരോപണമല്ല പറഞ്ഞത്, ആരോപണം. സംസാരിക്കട്ടെ, ഞാൻ അങ്ങയിലേക്ക് തന്നെ വരാം. ഇവിടുത്തെ ജനങ്ങൾക്ക് അങ്ങയിലേക്ക് തന്നെ വരാം. ഒന്ന് സംസാരിക്കട്ടെ. തർക്കമില്ല. ആരോഗ്യ മേഖലയിൽ നമ്പർ 1, യൂണിവേഴ്സിറ്റിയുടെ കാര്യത്തിൽ ഏത് വിഷയം എടുത്തിട്ടാൽ നമ്പർ 1. ഇവർ വേറൊരു കാര്യം കൂടി പറയും, നാഷണൽ ഹൈവേ വികസനം. നമ്മൾ പറഞ്ഞല്ല, നിങ്ങളെ നീതി ആയോഗ് പറഞ്ഞിട്ടുള്ളതാണ്. ആരോഗ്യ മേഖലയിൽ കേരളം നമ്പർ 1 നീതി ആയോഗ് പറഞ്ഞിട്ടുള്ളതാണ്. ആയിക്കോട്ടെ. അപ്പോൾ അങ്ങനെ ഒക്കെ നമ്പർ 1 എന്ന് പറയുന്നു. ഞങ്ങൾ മാത്രമാണ് ഹൈവേ വികസനത്തിന് പൈസ കൊടുത്തതെന്ന് പറയും. സത്യത്തിൽ അതൊന്നും അങ്ങനെയല്ല. പോട്ടെ, ഇതൊക്കെ ചെയ്യുന്ന ആളുകൾ ഞാൻ ബീഹാർ പോയിട്ടുണ്ട്. അങ്ങ് ബീഹാർ പോയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒന്ന് പോയി നോക്കണം ബീഹാറിൽ. അവിടെ കഴിഞ്ഞ കാലം ഭരിച്ചവർ ഒരു കുടുംബം 15 വർഷം അമ്മയും അച്ഛനും കൂടി ഭരിച്ചതാണ്. ആ ഒരു കുടുംബം ഭരിച്ചിട്ട് ആ ബീഹാറിൽ നല്ല റോഡില്ല, നല്ല സ്കൂളില്ല, നല്ല കോളേജില്ല, നല്ല ആശുപത്രി ഇല്ല. ബീഹാർ എന്ന് പറയുന്ന 8 കോടിയോളം ജനങ്ങൾ ജീവിക്കുന്ന, ഇന്നും ദാരിദ്ര്യത്തിന്റെ പടികുഴിയിൽ വീണ് കിടക്കുന്ന സംസ്ഥാനമാണ്. ആ സംസ്ഥാനത്തെ കഴിഞ്ഞ കുറെ വർഷമായി പതുക്കെ കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുവരികയാണ്. അപ്പോൾ നമ്മൾ ഒരു ഓട്ടത്തിന് പങ്കെടുക്കുന്ന ഓട്ടക്കാരന് 2 കാലിനും നല്ല ആരോഗ്യം വേണം. പശ്ചിമ ഭാരതം, ദക്ഷിണ ഭാരതം ഒക്കെ വളരെ മുന്നോട്ട് പോയിട്ടുണ്ട്. പക്ഷെ കിഴക്കൻ മേഖല, ബംഗാൾ, നിങ്ങളെ പാർട്ടി 34 വർഷം ഭരിച്ച ബംഗാൾ, അത് പ്രത്യേകം എടുത്ത് പറയണം. കാരണം കേരളത്തില് ഇന്ന് ജോലിക്ക് വന്ന് കൂലിപ്പണിയെടുത്ത് ജീവിക്കുന്നതിൽ ഭൂരിപക്ഷം അന്യ സംസ്ഥാന തൊഴിലാളികളിൽ ഭൂരിപക്ഷം ബംഗാളികളാണ്. അപ്പൊ ബംഗാള്, ബീഹാർ, ഒറീസ, ജാർഖണ്ഡ് പോലുള്ള സംസ്ഥാനങ്ങൾ പിറകിലാണ്. അപ്പൊ അവർക്ക് പ്രത്യേക സഹായം കൊടുത്ത് അവരെ മുന്നോട്ട് കൊണ്ടുവരണം. ആ സഹായം അതുപോലെ നമുക്ക് കിട്ടണം എന്ന് പറഞ്ഞാൽ കിട്ടാത്ത കാര്യമാണ്. കാരണം നിങ്ങൾ പറയുന്നത് ഞാൻ അംഗീകരിക്കുന്നു, നമ്മൾ മുന്നിലായവൻ ഇനിയും വേണമെന്ന് പറയുന്ന അർത്ഥമില്ല. ഒരുപാട് സംസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് കിഴക്കൻ ഭാരതത്തിൽ നിങ്ങൾ 34 വർഷം ഭരിച്ച പശ്ചിമ ബംഗാൾ അടക്കം അത് വളരെ പിറകിലാണ്. നമുക്ക് അവരെ മുന്നോട്ട് കൊണ്ടുവരണം. അതിന് പ്രത്യേക സഹായം വേണം. ആ പ്രത്യേക സഹായം ഞങ്ങൾക്ക് വേണമെന്ന് പറയുമ്പോൾ അതിലെന്ത് അർത്ഥമാണുള്ളത്? അങ്ങനെ സത്യത്തിൽ പറയാൻ പാടില്ല. കാരണം അവര് പിന്നാക്കം നിന്ന് കഴിഞ്ഞാൽ രാജ്യം പിന്നോക്കം പോകും. അല്ലാതെ സാറേ ഒരു മിനിറ്റ്, കഴിഞ്ഞ പ്രാവശ്യവും ധനകാര്യമന്ത്രി അവതരിപ്പിച്ചു, അന്നും ബീഹാറിന് ഒന്നും കൊടുത്തിട്ടൊന്നുമില്ല. അത് മനസ്സിലാക്കണം. അടുത്ത തവണയും കൊടുക്കും. അല്ല, അത് നിങ്ങൾക്ക് ഇപ്പൊ സപ്പോർട്ട് വേണം. അവര് പിൻവലിച്ചാൽ നിങ്ങളില്ല, BJP ഇല്ല, NDF ഇല്ല. നിങ്ങള് പറഞ്ഞല്ലോ വഖഫ് നിയമം അവരെ പേടിച്ചിട്ട് അവതരിപ്പിക്കാത്തത്. അടുത്ത ആഴ്ച പാസ്സാക്കാം. അപ്പൊ അവര് പോവില്ലയോ നമുക്ക് കാണാം. ആരും എവിടെ പോവാൻ പോകുന്നില്ല. അപ്പൊ അതൊന്നും നടക്കാത്ത കാര്യമാണ്. അത് പോട്ടെ. അപ്പൊ പ്രത്യേക പദവി, പ്രത്യേക സഹായം
ചില സംസ്ഥാനങ്ങൾക്ക് കൊടുക്കണം. അവർ സാമ്പത്തികമായി പിറകിലാണ്. അതിന് ഉത്തരവാദി ആ സംസ്ഥാനം കഴിഞ്ഞ കാലങ്ങളിൽ ഭരിച്ചവരാണ്. അത് ബംഗാളിന്റെ കാര്യത്തിൽ നിങ്ങൾ മാത്രമാണ് ഉത്തരവാദി. അപ്പൊ അതൊക്കെ പരിഹരിക്കാനുള്ള സഹായം കൊടുക്കുമ്പോൾ നിങ്ങൾ അതിനെ ഞങ്ങൾക്കും വേണം. അതേപോലെ നമുക്ക് തരാൻ പറ്റില്ല. നമുക്ക് തരില്ല, തമിഴ്നാട്ടിന് തരില്ല, കർണാടകയ്ക്ക് കൊടുക്കില്ല, ആന്ധ്രാപ്രദേശിന്, തെലുങ്കാനയ്ക്ക്, ഗുജറാത്തിന് തീരെ കൊടുക്കില്ല, മഹാരാഷ്ട്രയ്ക്ക്. ഇതൊക്കെ സാമ്പത്തികമായി മുന്നോട്ട് ചാടിക്കഴിഞ്ഞു. വ്യവസായവൽക്കരണം നടന്നു. ഒരു വ്യവസായവൽക്കരണത്തിന്റെ ഒരു സംഗതി പോലും വർഷങ്ങളോളം ബീഹാറിൽ നടന്നിട്ടില്ല. ഇപ്പോഴാണ് നടന്നു വരുന്നത്. അവരെ സഹായിക്കേണ്ടത് നമ്മുടെ കേന്ദ്ര സർക്കാരിന്റെ ആവശ്യമാണ്. അതിനെ ആ രീതിയിൽ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ നിങ്ങൾ കാണണം.